ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടവളിയോട് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് നെയ്യാറ്റിൻകര സ്പെഷ്യാലിറ്റീസ്, നെയ്യാറ്റിൻകരയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. നെയ്യാറ്റിൻകര തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് നെയ്യാറ്റിൻകര എന്നത്. ഒരു മുനിസിപ്പൽ പട്ടണമാണ്, ഒരു മുനിസിപ്പാലിറ്റിയാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള രണ്ടാമത്തെ മുനിസിപ്പാലിറ്റിയാണ് നെയ്യാറ്റിൻകര എന്നത്. തിരുവനന്തപുരം മെട്രോപൊളിറ്റൻ ഏരിയയുടെ തെക്ക് ഭാഗത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രമാണ് നെയ്യാറ്റിൻകര എന്നത്. ആകെ ഏരിയ എന്ന് പറയുന്നത് 29.5 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 70,850 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. നെയ്യാറ്റിൻകര നെയ്യാർ നദിയുടെ തീരത്താണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നെയ്യാറ്റിൻകര എന്ന പേര് വരുവാനുള്ള കാരണം. നെയ്യാർ നദിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ നെയ്യാറ്റിൻകര എന്ന പേര് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. നെയ്യാറ്റിൻകരയുടെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലം മുതൽ തന്നെ ഏകദേശം BC കാലഘട്ടത്തിൽ തന്നെ ഇവിടെ മനുഷ്യവാസമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നെയ്യാറ്റിൻകര കാരക്കോണം റൂട്ടിൽ പാണ്ഡവൻപാറ എന്നൊരു പാറയിൽ നിരവധി ഗുഹകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഗുഹകളിൽ മനുഷ്യരുടെ ഗുഹാചിത്രങ്ങൾ, നിയോലിത്തിക് മനുഷ്യരുടെ ഗുഹാചിത്രങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പണ്ട് കാലത്ത് തന്നെ ഇവിടെ മനുഷ്യവാസമുള്ളതായിട്ട്. അതോടൊപ്പം മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്നതിന് മുമ്പ് നെയ്യാറ്റിൻകര തെങ്ങ് നാട് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് മനോഹരമായി ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം അരുവിപ്പാറക്കുന്ന് ഇവിടെ അനേകം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതും നെയ്യാറ്റിൻകരയ്ക്ക് സമീപമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഈ നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നെയ്യാറ്റിൻകര താലൂക്കിൻ്റെ ആസ്ഥാനവും ഈ നെയ്യാറ്റിൻകര സിറ്റി തന്നെയാണ്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മുനിസിപ്പൽ പട്ടണമാണ് നെയ്യാറ്റിൻകര എന്നത്. 1949 ട്രിവാൻഡ്രം ജില്ല രൂപീകരിക്കുന്നത്. അപ്പോൾ അത് തിരുവനന്തപുരം ജില്ലയോട് ചേരുകയായിരുന്നു നെയ്യാറ്റിൻകര എന്നത്. മെട്രോപൊളിറ്റൻ ഏരിയയുടെ തെക്കേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് നെയ്യാറ്റിൻകര എന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 23 കിലോമീറ്ററും ട്രിവാൻഡ്രം വിമാനത്താവളത്തിൽ നിന്നും 30 കിലോമീറ്ററും കോവളത്ത് നിന്നും 17 കിലോമീറ്ററും വിഴിഞ്ഞത്ത് നിന്നും 12 കിലോമീറ്ററും വർക്കലയിൽ നിന്നും 70 കിലോമീറ്ററും നെടുമങ്ങാട് നിന്നും 32 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത് നെയ്യാറ്റിൻകര. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.